നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖുറാൻ കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് സൗദി അറേബ്യ. സ്വീഡനെതിരെയുള്ള നടപടികളിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലപാട് ഇനി എന്ത്? ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പെരുന്നാൾ ദിനത്തിൽ ഖുറാൻ കത്തിക്കാൻ സ്വീഡൻ അനുമതി നൽകിയ നടപടി. സ്വീഡനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയാണിപ്പോൾ സൗദി അറേബ്യ. റിയാദിലെ സ്വീഡൻ അംബാസിഡറെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് രാജ്യം. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം സെൻട്രൽ പള്ളിക്ക് മുന്നിൽ ഖുറാൻ കത്തിച്ചതിനെ അപലപിച്ച ജൂൺ 29-ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കുകയും സൗദിയുടെ ക്ഷണപ്രകാരം ജിദ്ദയിലെ ആസ്ഥാനത്ത് OIC അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന സംഭവം ചർച്ച ചെയ്യുകയും ചെയ്ത ശേഷമാണ് ഈ നടപടി. ഖുറാൻ കത്തിച്ചതിനെ സൗദി അറേബ്യ ശക്തമായി അപലപിക്കുന്നതായി സ്വീഡൻ അംബാസഡറോട് അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഈ അപമാനകരമായ പ്രവൃത്തിയെ സൗദി അറേബ്യ തള്ളിക്കളയുന്നു. അസഹിഷ്ണുത, മിതത്വം, തീവ്രവാദം തള്ളിക്കളയൽ എന്നീ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ നടപടികളും നിർത്തണമെന്ന് സ്വീഡിഷ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ജനങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കുമിടയിലെ ബന്ധത്തിന് ആവശ്യമായ പരസ്പര ബഹുമാനത്തെ അത് ദുർബലപ്പെടുത്തുമെന്നും മന്ത്രാലയം പറഞ്ഞു. ഖുറാൻ കത്തിക്കുന്ന നിന്ദ്യമായ പ്രവൃത്തിയെ സൗദി അറേബ്യ അപലപിക്കുന്നതായി ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ OICയിലെ സൗദി സ്ഥിരം പ്രതിനിധി ഡോക്ടർ സാലിഹ് ബിൻ ഹമദ് അൽ സുഹൈബാനി പറഞ്ഞു. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഖുറാൻ കത്തിച്ചതിന്റെ അനന്തരഫലങ്ങൾ ചർച്ച ചെയ്യാൻ സൗദി അറേബ്യ മുൻകൈയെടുത്ത ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഹജ്ജ് മാസത്തിൽ ഈദ് ആഘോഷ സമയത്ത് നടന്ന ഹീനമായ ചെയ്തിക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അനന്തര നടപടികളിൽ കൂട്ടായ നിലപാട് സ്വീകരിക്കുന്നതിനും ജിദ്ദയിലെ OIC ആസ്ഥാനത്താണ് യോഗം ചേർന്നത്. അതേസമയം സ്വീഡിഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാകണമെന്ന് ഒമാൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീലി പറഞ്ഞു. വിശുദ്ധ ഖുറാൻ പരസ്യമായി കത്തിക്കാൻ അനുവദിക്കുന്നതിലൂടെ മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളോടുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സ്വീഡൻ എടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. സ്വീഡിഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നതാണ് ഈ വലിയ കുറ്റകൃത്യത്തിന് മുന്നിൽ സ്വീകരിക്കേണ്ട ഏറ്റവും ചെറിയ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഈദുൽ അദ്ഹ ദിനത്തിൽ സ്റ്റോക്ക്ഹോമിലെ ഏറ്റവും വലിയ പള്ളിക്ക് മുന്നിലാണ് ഇറാഖി വംശജനായ 37-കാരൻ സൽവാൻ മോമിക ഖുറാന്റെ പകർപ്പ് കത്തിച്ചത്. സംഭവത്തിൽ സൗദിയെ കൂടാതെ കുവൈറ്റ്, UAE, ഖത്തർ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്. UAE സ്വീഡന്റെ അംബാസഡറെ വിളിച്ചു വരുത്തി തന്നെയാണ് കടുത്ത പ്രതിഷേധം അറിയിച്ചത്. സാമൂഹിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ സ്വീഡൻ അന്താരാഷ്ട്ര ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിറകോട്ട് പോവുകയാണെന്നാണ് UAE കുറ്റപ്പെടുത്തിയത്. സ്വീഡനെതിരെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് കടുത്ത നടപടികൾ എടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.